ടിഎംസിയിലെ പ്രതിസന്ധിയിൽ ലോക്സഭാ സ്പീക്കറെ കണ്ട എംപിമാരായ സാഗരിക ഘോഷും കീർത്തി ആസാദും. സ്പീക്കറെ നേരിൽ കണ്ട എംപിമാർ കത്ത് നൽകി. ലോക്സഭയ്ക്കുള്ളിൽ വിമത എംപിമാർക്കായി പ്രത്യേക ഇരിപ്പിടം രൂപീകരിക്കാൻ സാധിക്കില്ലെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനിടെ വിമത എംപിമാരും ഇപ്പോൾ സ്പീക്കറെ കാണാൻ പുറപ്പെട്ടിട്ടുണ്ട്. തൗഫിക് അസ്ലം ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. തൗഫിക്, എന്തായാലും ടിഎംസിയെ തകർക്കാനാണ് വിമതരുടെ ശ്രമം എന്നാണ് കത്തിൽ പ്രധാനമായും ഇവർ ആരോപിക്കുന്നത്. എന്തായാലും ഇപ്പോഴിതാ ഈ വിമതരും സ്പീക്കറെ കാണാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഭദ്ര 19 വിമത എംപിമാരും ഇപ്പോൾ സ്പീക്കർ ഓം ബിർളയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് അവരെല്ലാവരും അവരുടെ വാഹനത്തിൽ ഈ ഓം ബിർളയുടെ അക്ബർ റോഡിലെ 20-ാം നമ്പർ വസതിയിലേക്ക് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. ഇവർ വരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു സാഗരിക ഘോഷും കീർത്തി ആസാദും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയത്. ആദ്യം കാണാനായിട്ടുള്ള ഒരു അനുമതി ലഭിച്ചിരുന്നില്ല. പിന്നീട് ഇരുവർക്കും അനുമതി ലഭിക്കുകയും അവർ കൊണ്ടുവന്ന നിവേദനം സ്പീക്കർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ആ നിവേദനത്തിൽ പ്രധാനമായും പറയുന്നത് വിമത എംപിമാർക്ക് പ്രത്യേക ഇരിപ്പിടം ഒരു കാരണവശാലും ഒരുക്കരുത്, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ടിഎംസി എന്ന് പറയുന്നത് അതൊരു വലിയ പാർട്ടിയാണ്, അതൊരു അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വിമത എംപിമാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് എന്നുകൂടി ഇപ്പോൾ കീർത്തി ആസാദും അതോടൊപ്പം തന്നെ സാഗരിക ഘോഷും സ്പീക്കർക്ക് നൽകിയ ഈ കത്തിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് പ്രത്യേക ഇരിപ്പിടം ലോക്സഭക്കകത്ത് ഒരുക്കി നൽകരുത് എന്നുള്ളതാണ് ഇപ്പോൾ ടിഎംസിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അവർ ഇരുവരും ഇവിടെ നിന്ന് മടങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ 19 വിമത എംപിമാരും ഈ സ്പീക്കറുടെ ഈ വസതിയിലേക്ക് കടന്നുപോയിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അവർക്ക് പ്രത്യേക ഇരിപ്പിടം ഒരുക്കണമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം നേരിട്ട് സ്പീക്കറെ കണ്ട് അറിയിക്കാൻ വേണ്ടിയാണ് അവർ എല്ലാവരും ഡൽഹിയിലേക്ക് എത്തിയത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കൊൽക്കത്തയിൽ നിന്നും എല്ലാ എംപിമാരും ഡൽഹിയിലെത്തുകയും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇപ്പോൾ സ്പീക്കറെ കാണാനായിട്ട് ഇവിടേക്ക് അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ സ്പീക്കറെ കാണുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ അല്ല, ഇന്ന് വൈകുന്നേരത്തോടു കൂടി സ്പീക്കറെ കണ്ടുകൊണ്ട് അവരുടെ ആവശ്യം നേരിട്ട് തന്നെ അറിയിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ വിമത എംപിമാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരും പ്രതികരിക്കാതെയാണ് ഈ വസതിയിലേക്ക് കടന്നുപോയത്. ഒരുപക്ഷെ പുറത്തു വന്നതിന് ശേഷം പ്രതികരണങ്ങൾ ഉണ്ടാകും. ടിഎംസിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഓരോ മണിക്കൂർ ചെല്ലുമ്പോഴും അതിങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു.